എല്ലാവർക്കും നമസ്കാരം. ഇന്നിങ്ങനെ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ബാക്കിൽ കാണുന്ന കാരണം തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഓറോ 3D ഓൺലൈൻ സ്ട്രീമിങ്ങിൽ നമുക്ക് അവൈലബിൾ ആവും എന്നുള്ളത്. കാരണം ഇത് വേൾഡിൽ തന്നെ ഏറ്റവും ആദ്യം ചെയ്ത ഒരു 3 ഡയമെൻഷണൽ സൗണ്ട് ഫോർമാറ്റാണ്. അപ്പം ഞങ്ങൾ ഈ മേഖലയിൽ ഒരുപാട് തവണ ഞങ്ങൾ ഈ ഓറോ 3D തിയേറ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഞങ്ങൾ പലരോട് സംസാരിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും ഞങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ ഹോം തിയേറ്റർ മേഖലയിലുള്ള മറ്റുള്ള കമ്പനികളാണെങ്കിൽ പോലും ഈ ഒരു ഫോർമാറ്റ് എപ്പോഴും ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. കാരണം ഇതിൽ ഒരുപാട് മൂവീസ് വരുന്നില്ല. നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു തിയേറ്റർ ചെയ്തുകൊണ്ട് എന്താണ് നമുക്ക് കാര്യം എന്നുള്ളതായിരുന്നു എപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അപ്പം നമ്മളിത് കസ്റ്റമറെ കൺവിൻസ് ചെയ്യുന്ന സമയത്ത് ഈ ഓഡിയോയുടെ അത്രയും താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവുകയും അവർക്ക് ഈ ഡെമോകൾ അല്ല ഓറോ 3D മൂവീസിൻ്റെ ഡെമോകൾ കാണിക്കുന്ന സമയത്ത് അവർക്കത് മനസ്സിലാവുകയും അങ്ങനെ ഓറോ 3D തിയേറ്റർ ചെയ്ത ആളുകളും കസ്റ്റമേഴ്സ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവരോട് ഞങ്ങൾ എപ്പോഴും കൊടുക്കുന്ന ഒരു വാഗ്ദാനമായിരുന്നു, ഇത് ഓൺലൈനിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും. കാരണം നമ്മൾ ഈ കമ്പനിയായിട്ട് അത്രയും റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ അറിയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റുകളും നമുക്ക് അനുദിനം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ തന്നെ നമുക്ക് ഈ ന്യൂ ഇയർ വിഷസിന് സാറ് ഞങ്ങളോട് വിഷസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മോട് പറഞ്ഞായിരുന്നു, ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന ഒരു ന്യൂസ് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പം ഈ ഓൺലൈൻ സ്ട്രീമിങ്ങിൽ NVIDIA ഷീൽഡ് പ്രോ എന്ന് പറഞ്ഞ സ്ട്രീമിംഗ് ഡിവൈസിൽ ലേറ്റസ്റ്റ് അപ്ഡേഷനിൽ ഓറോ 3D ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യുന്ന അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പം അതിലൂടെ നമുക്ക് നേരത്തെ ബ്ലൂറേ കിട്ടുന്നത് പോലെ തന്നെ 13 ചാനൽ ഓറോ 3Dയുടെ മ്യൂസിക്കുകളും അതുപോലെ ഇൻ ഫ്യൂച്ചർ നമുക്ക് മൂവീസും കൂടെ കിട്ടാൻ പോവുകയാണ്. ഏതൊരു ഡിവൈസ് ആണെങ്കിലും നമുക്കിപ്പം ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഈ ആപ്പിന്റെ പേര് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ് കണക്ഷൻ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ആ ഒരു പ്ലാറ്റ്ഫോം കൂടെയാണ് ഈ ഒരു പ്യുവർ ഓഡിയോ, നമുക്ക് ഈ ഓരോ 3D കണ്ടന്റ് മാത്രമല്ല ലോസ്ലെസ് ആയിട്ടുള്ള ഹൈറസ് ഓഡിയോസും അതുപോലെ തന്നെ വീഡിയോസുകളും നമുക്ക് എന്താക്കാം ആ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിലാണ് നമുക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ ഓരോ 3Dയുടെ ട്രാക്കുകളും ഡെമോ സൗണ്ട്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലേ ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ ആപ്പ് നമുക്ക് iOS-ലും അതുപോലെ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഡിവൈസിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ള പിന്നെ ഫയർ TV സ്റ്റിക്ക് ആണെങ്കിലും എല്ലാ സ്ട്രീമിംഗ് ഡിവൈസും നമുക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്കിതിന്റെ സൗണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ഒരു സൗണ്ട് ഫോർമാറ്റ് നമുക്ക് ഇപ്പോൾ ഏതൊരു ഡിവൈസിലും ഇപ്പം ഫയർ TV സ്റ്റിക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആപ്പിൾ TV ആയിക്കോട്ടെ എല്ലാത്തിലും നമുക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് മ്യൂസിക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള സൗണ്ട് ചാനൽ നമുക്ക് ഓറോ 3D സപ്പോർട്ടായിട്ട് വരുന്നത് NVIDIA ഷീൽഡിൽ മാത്രമാണ്. മറ്റേ നമുക്ക് 5.1-ലൊക്കെയാണ് കിട്ടുന്നത്. കാരണം ഇതിന്റെ 48 കിലോ ഹെർട്സ് മുതൽ 96 കിലോ ഹെർട്സ് വരെ ഇതിന്റെ ബിറ്റ് റേറ്റിലാണ് ഈ സൗണ്ട് ഫോർമാറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്. പിന്നെ അതുപോലെ ഇതിന്റെ ഓറോ 3Dയുടെ പുതിയ ഡീകോഡർ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് തന്നെ നമുക്ക് മൾട്ടി ചാനൽ വേവ് ഫയലുകളാണ്. കാരണം നമുക്കതിന്റെ പരമാവധി ഏറ്റവും ടോപ്പായിട്ട് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഒരു സൗണ്ടാണ് നമുക്ക് ഈ ഒരു സ്ട്രീമിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത്. ഞങ്ങൾ ചെയ്ത പല തിയേറ്ററിലെയും കസ്റ്റമറിനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം നമ്മളെ നാട്ടിൽ കൊമേഴ്ഷ്യൽ തിയേറ്ററിലോട് ഇത് അത്രത്തോളം വന്നിട്ടില്ല എന്നുള്ളതായിരുന്നു പലരുടെയും ഒരു സംശയം. നമ്മുടെ ഈ ട്രിവാൻഡ്രം, കൊല്ലം ഈ സൈഡിലൊക്കെ ഇഷ്ടംപോലെ ഓരോ 3D തിയേറ്റർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒരു മൂവീസ് നമുക്ക് അവൈലബിൾ അല്ലാത്ത ഒരു പ്രശ്നം കൊണ്ട് മാത്രമായിരുന്നു അതിൽ നമുക്ക് ഈ സൗണ്ട് അതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഒട്ടുമിക്ക തിയേറ്ററുകളും ഡോൾബി അറ്റ്മോസിലും ഇപ്പം ഒരുപാട് തിയേറ്ററുകൾ DTS Xൽ വരുന്നുണ്ട്. അപ്പം ഇതിലൊക്കെ മാറി മാറി സിനിമ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും സൗണ്ടിന്റെ ഒരു വ്യത്യാസം എന്താണെന്നുള്ളത്. ഇനിയിപ്പം നമ്മൾ 2025 ഓറോ 3Dയുടെ ഒരു വൻ തിരിച്ചുവരവിനാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതിലെ നമ്മൾ ഹോം സിനിമ സെഗ്മെന്റിലും അതുപോലെ ഓഡിയോ ഡിവൈസുകൾ ഒരുപാട് മേഖലകൾ ഈവൻ ഹെഡ്ഫോൺ വരെ ഓറോ 3D ബ്രാൻഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. ആ ഒരു ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഹെഡ്സെറ്റ് വരെ വരുന്നുണ്ട്. അപ്പം ഇനി ഇതിന്റെ ഒരു കൺവേർഷനാണ് വരാൻ പോകുന്നത്. കാരണം നമ്മൾ എപ്പോഴും ഈ ഹോം തിയേറ്റർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ നമ്മൾ മൂവി തിയേറ്ററിൽ പോയിട്ട് കിട്ടുന്ന ചില എക്സ്പീരിയൻസ് നമുക്ക് അതിലൂടെ കുറച്ചുകൂടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കിട്ടണമെന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ട അത്രയും പവറുള്ള സ്പീക്കേഴ്സും പ്രൊജക്ടറും ഈ ഇതൊക്കെ ചൂസ് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഒരു ഹോം തിയേറ്റർ ഉണ്ടാക്കുന്നത്. ആ സമയത്ത് എപ്പോഴും ഞങ്ങളോട് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ഫീൽ കിട്ടണം എന്ന് പറയുമ്പോൾ, ഒരു ഇമേഴ്സീവ് ഫീൽ കിട്ടണം എന്ന് പറയുന്ന സമയത്ത് ഞങ്ങളെപ്പോൾ സജസ്റ്റ് ചെയ്യുന്ന ഓറോ 3D ആണ്. അത് ബേസിക്കലി പറയുകയാണെങ്കിൽ നമുക്കൊരു 11 ചാനൽ AVR ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ കൂടെ അതിൽ നമ്മൾ മൂവി കാണുമ്പോൾ ഓൾറെഡി നിലവിൽ നമുക്ക് കിട്ടുന്ന 5.1 ആണെങ്കിലൊക്കെ നമുക്ക് അതിൽ ആ ഒരു സ്പീക്കർ ലേഔട്ടിൽ
അതിന്റെ പ്രത്യേകത മെയിനായിട്ട് സ്പീക്കർ ലേഔട്ട് തന്നെയാണ്. ഇത് സറൗണ്ട്, അതുപോലെ സറൗണ്ട് ഹൈറ്റ്, അതുപോലെ തന്നെ ടോപ്പ് സറൗണ്ട്, വോയിസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ പല ആൾക്കാരും ചെയ്യുന്നത് കാണാം, ചിലത് വോയിസ് ഓഫ് ഗോഡ് ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു ഫോർമാറ്റിൽ നമുക്കത് പരിപൂർണമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 10.1, അതിന്റെ കൊമേഴ്ഷ്യൽ വേർഷൻ ആയിട്ടുള്ള 11.1 എന്നുള്ള കോൺഫിഗറേഷനിലാണ് നമുക്കതിന്റെ മാക്സിമം ഇമേഴ്സീവ് ഫീൽ നമുക്ക് കിട്ടുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ തിയേറ്ററിലും നമ്മൾ ഈ 10.1 അല്ലെങ്കിൽ 11.1 എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ നിലവിലത്തെ കസ്റ്റമേഴ്സിന് NVIDIA ഷീൽഡിലുള്ളവർക്ക് ഇത് ഈ അപ്ഗ്രേഡ് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് അതിന്റെ ഇപ്പോഴുള്ള മ്യൂസിക് ട്രാക്കുകളൊക്കെ എൻജോയ് ചെയ്യാം, അതിന്റെ ഡെമോ ട്രാക്കുകളൊക്കെ എൻജോയ് ചെയ്യാം. ഫ്യൂച്ചർ ഒരു മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഇതിന്റെ ഫുൾ സംവിധാനങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ തന്നെ ഒരു വെബ്സൈറ്റിൽ ഇതിന്റെ മൂവീസിന്റെ ഒരുപാട് കാര്യങ്ങളും ക്ലിപ്പുകളും മൂവീസുകളൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ ഫ്യൂച്ചർ ഈ സ്ട്രീമിംഗ് ഡിവൈസിലോട്ട്, ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലോട്ട് വരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരുപാട് നമുക്ക് മ്യൂസിക് കേൾക്കുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇപ്പോൾ സ്പോട്ടിഫൈ, അതുപോലെ തന്നെ നമുക്ക് ആപ്പിൾ മ്യൂസിക്. ഇപ്പം ആപ്പിൾ മ്യൂസിക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈറസ് ഓഡിയോസ് കിട്ടും, അതുപോലെ തന്നെ നമുക്ക് സ്പോട്ടിഫൈയിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ആപ്പിൾ മ്യൂസിക് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഡോൾബി അറ്റ്മോസ് ഫോർമാറ്റിൽ പിന്നെ നമുക്ക് മ്യൂസിക് കാണാൻ പറ്റും. ഇനി ഫ്യൂച്ചറിൽ നമുക്ക് അതിലോട്ട് തന്നെ ഓറോ 3Dയും കൂടെ വരും. കാരണം അവരെ ഇപ്പോഴത്തെ ഓറോ 3D ഡീകോഡർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ അത്രക്കും ഏബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പം നമുക്ക് ഫ്യൂച്ചർ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മൾ ഇപ്പോൾ ആണെങ്കിൽ നമ്മൾ പേ ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ സ്പോട്ടിഫൈ ആണെങ്കിലും ആപ്പിൾ മ്യൂസിക് ആണെങ്കിലും ഒക്കെ നമ്മൾ കേൾക്കുന്നത്. കാരണം നമുക്ക് കൂടുതലായിട്ട് വളരെ ക്ലാരിറ്റിയിൽ സൗണ്ട് നമുക്ക് കേൾക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഓപ്ഷനിലോട്ടൊക്കെ പോകുന്നത്. ഇപ്പം OTT പ്ലാറ്റ്ഫോം ആണെങ്കിൽ നമുക്ക് നെറ്റ്ഫ്ലിക്സിന് ഒരു റേറ്റ് ആണ്, ആമസോണിന് റേറ്റ് ആണ്, സോണി ലൈവിന് റേറ്റ് ആണ്. കാരണം നമ്മൾ അതിന്റെ പേയ്മെന്റ് എങ്ങനെ കൊടുക്കുന്ന അനുസരിച്ചാണ് അതിന്റെ പ്രീമിയം ലെവലിലുള്ള 4K വീഡിയോയും അതുപോലെ തന്നെ നമുക്ക് ഡോൾബി അറ്റ്മോസ് 5.1 സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ആർട്ടിസ്റ്റ് കളക്ഷൻ എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഇന്റർനാഷണലിലുള്ള എല്ലാ മൂവികളും മ്യൂസിക്കുകളൊക്കെ നമുക്ക് പിന്നെ കാണാവുന്നതും കേൾക്കാവുന്നതാണ്. അപ്പം അത് നമ്മൾ ഇതുപോലെ നമ്മൾ ഓറോ 3Dയിൽ ഫുൾ ഈ ഓറോ 3Dയുടെ 10.1 ലേഔട്ട് ചെയ്ത തിയേറ്ററിൽ ഇരുന്ന് ആ മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതിന്റെ ഒരു ഫീല് എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്ത പല സ്ഥലത്തും NVIDIA ഷീൽഡ് ഉണ്ട്. അവർക്ക് ഞാൻ ഓൾറെഡി നമ്മുടെ ഇതിന്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും അതോട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇതുമായിട്ട് കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് അതിന്റെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും പിന്നെ ഫ്യൂച്ചർ അപ്ഗ്രേഡ് ചെയ്യാൻ ഇപ്പം നിലവിൽ അറ്റ്മോസ് ചെയ്ത ആളുകൾക്ക് ഓൾറെഡി ഞങ്ങൾ 3800 AVR മുതൽ നമുക്ക് ഈ ഒരു ഓറോ 3D ഫോർമാറ്റിലോട്ട് മാറാവുന്നതാണ്. അപ്പം അങ്ങനെ അറ്റ്മോസ് മാത്രം ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണോ ഓറോ 3Dയിലോട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇതിന്റെ കൂടുതൽ അപ്ഡേഷനുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.